സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങളുള്ള മുഴുവൻ പേർക്കും കോവിഡ് ടെസ്റ്റ് നടത്തണം. ചികിത്സാ സംവിധാനങ്ങളുടെ പര്യാപ്തത ആശുപത്രികൾ വിലയിരുത്തണമെന്നുമാണ് നിർദ്ദേശം. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4000 കടന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. 1416 പേർക്കാണ് നിലവിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. ഇതോടെയാണ് കേരളത്തിൽ ആരോഗ്യവകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും പ്രധാനം സ്വയം പ്രതിരോധമാണ്. ഗുരുതരമായ രോഗമുള്ളവർ നിർബന്ധമായും പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണം. ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളുമായി എത്തുന്ന മുഴുവൻ പേരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിൽ ആദ്യം ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി അതിൽ നെഗറ്റീവ് ആവുകയാണെങ്കിൽ അവരെ RT-PCR ടെസ്റ്റ് നടത്തണമെന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. കോവിഡ് വ്യാപനത്തിൽ പൊതുജനങ്ങൾ സ്വയം പ്രതിരോധം തീർക്കുന്നതിനൊപ്പം ആശുപത്രികളും സജ്ജമാകണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. മതിയായ ICU ബെഡുകളും ഓക്സിജൻ ലഭ്യതയും ഉണ്ടെന്ന് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉറപ്പുവരുത്തണം. ഇതിനായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറിൻ്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് നിലവിൽ രാജ്യത്തുള്ളത്. തീവ്രത കുറവാണെങ്കിലും രോഗവ്യാപന തോത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. മുൻപ് പറഞ്ഞതുപോലെ കോവിഡിൻ്റെ കാര്യത്തിൽ ഭയം വേണ്ട, ജാഗ്രത മതി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.